നമസ്കാരം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് റൂൾസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് ലംഘിക്കപ്പെടാൻ പാടില്ല. അത് ഭരണഘടനാ ലംഘനമാണ്. ഒരു കാരണവശാലും അത് പാലിക്കപ്പെടാതിരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ തുടർച്ചയായി അത് ലംഘിക്കപ്പെടുന്നതാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് DAയുടെ വിഷയത്തിലാണിപ്പോൾ. ആദ്യത്തെ വിഷയം നമ്മുടെ PM ശ്രീയിലായിരുന്നു. 2 ക്യാബിനറ്റിൽ PM ശ്രീയുടെ ചർച്ച വരുന്നു. മന്ത്രിമാർ സംശയം ഉന്നയിക്കുന്നു. അടുത്ത ക്യാബിനറ്റിലേക്ക് മാറ്റിവെക്കാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ പിന്നെ ചർച്ചയാണെന്ന് പറയുന്നു. ക്യാബിനറ്റ് അറിയാതെ അത് ഒപ്പുവയ്ക്കപ്പെടുന്നു, കരാറിൽ ഒപ്പുവയ്ക്കപ്പെടുന്നു. നഗ്നമായ റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ ലംഘനമാണ് മന്ത്രിസഭയുടെ. രണ്ടാമത്തെ ലംഘനമാണ് ഇവിടെ DAയെ സംബന്ധിച്ചുള്ളത്. ഒക്ടോബർ 29 ചേർന്ന മന്ത്രിസഭ DA കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിക്കുന്നു. DA കുടിശ്ശിക തീരുമാനിക്കുമ്പോൾ 2023 ജനുവരി 1 മുതലുള്ളത് ആണ് കൊടുക്കേണ്ടതെന്നും തീരുമാനിക്കുന്നു. എന്നാൽ ഒക്ടോബർ 31 ഈ ഡേറ്റുകൾ വളരെ കൃത്യമാണ്. ഇന്ന് ഇത് മുഖ്യധാര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ സ്വയംഭൂവിൽ നിന്നല്ല ഇതൊന്നും പറയുന്നത്. നമ്മളുടെ വിവരശേഖരണമുണ്ട്, നമുക്ക് വിവരങ്ങൾ തരുന്ന ആളുകളുണ്ട്, പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോറത്തിൽ നിന്നും നമ്മൾ വിവരങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ ഒക്ടോബർ 29 മന്ത്രിസഭ കൂടി തീരുമാനിച്ച ഒരു കാര്യം, ഒക്ടോബർ 31 ഫിനാൻസിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കുമ്പോൾ ഡേറ്റ് വയ്ക്കാതെ ഉത്തരവിറക്കുന്നു. ഒരു ഗഡു കൊടുക്കാൻ തീരുമാനിക്കുന്നു. അത് നവംബറിലെ സാലറിയിൽ കൊടുത്തു എന്നാണ് അറിയുന്നത്. എന്തായാലും 33 മാസത്തെ DA അരിയറുണ്ട്. 33 മാസത്തെ 13% DA ഇപ്പോഴും കൊടുക്കാനുണ്ട് ആളുകൾക്ക്. ഒരു മാസം 188 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് DA DR കൊടുക്കുന്നതിൽ കൂടി, അതായത് ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും കൊടുക്കുന്നതിൽ കൂടി സർക്കാരിന് നഷ്ടം വരുന്നത്, അല്ലെങ്കിൽ ചിലവ് വരുന്നത് 1,88,00,000 രൂപയാണ്. മൊത്തം DA കൊടുക്കാനാണെങ്കിൽ 6,402 കോടി രൂപ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും വലിയ തുക 6,402 കോടി രൂപ കൊടുക്കാനില്ല. ഓക്കെ, ശരി, സമ്മതിച്ചു. DA ഇപ്പോൾ കൊടുക്കുന്നില്ല, അതും സമ്മതിച്ചു. നമുക്ക് തർക്കമില്ല. DA കൊടുക്കണം വേണ്ടെന്നുള്ളതൊക്കെ സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. പക്ഷേ DA കൊടുക്കാൻ മന്ത്രിസഭ തീരുമാനിക്കുന്നു. റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് മന്ത്രിസഭയാണിത് കൊടുക്കേണ്ടത്, തീരുമാനിക്കേണ്ടത്. പക്ഷേ അത് ഇപ്പുറത്തെത്തുമ്പോൾ അട്ടിമറിക്കപ്പെടുന്നു. എന്നിട്ട് ഈ ഫയലിൽ മന്ത്രി ഒപ്പുവയ്ക്കുന്നു. മന്ത്രിക്ക് ഒന്നുകിൽ അനുഭവപരിചയ കുറവുണ്ട്. മന്ത്രിക്ക് വളരെ ചെറിയ കാര്യങ്ങളിലൊക്കെ, മന്ത്രിസഭ എടുക്കുന്ന തീരുമാനത്തിൽ വളരെ ചെറിയ കാര്യങ്ങളിലൊക്കെ മന്ത്രിയുടെ ലെവലിൽ തിരുത്താറുണ്ട് പല കാലഘട്ടത്തിലും. ഫയൽ വരുമ്പോൾ മന്ത്രിസഭയുടെ തീരുമാനത്തിനെതിരാണെങ്കിലും അല്ലെങ്കിൽ അതിന് അനുകൂലമല്ലെങ്കിലും മന്ത്രിമാർ ചില ഫയലുകളിൽ ഒപ്പുവെച്ച് വിട്ട് തീരുമാനമാകാറുണ്ട് ഇവിടെ. പക്ഷെ വളരെ നയപരമായ, സംസ്ഥാനത്തെ നിരവധി എല്ലാ ഉദ്യോഗസ്ഥരെയും ബാധിക്കുന്ന, പെൻഷൻകാരെ ബാധിക്കുന്ന ഏറ്റവും നയപരമായ ഒരു കാര്യത്തിൽ മന്ത്രി കൂടി ഒപ്പുവെച്ചാലല്ലേ ഫയൽ ഓർഡറാവുകയുള്ളൂ. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരു ശുപാർശ എഴുതി എന്ന് വിചാരിച്ചിട്ട് ഓർഡറാവില്ലല്ലോ. താഴെ നിന്ന് ഫിനാൻസ് വകുപ്പിൽ നിന്ന്, അസിസ്റ്റൻറ്റിൽ നിന്ന് ഫയൽ റൈസ് ചെയ്യപ്പെട്ടത് ഡേറ്റ് വെച്ചാണ്. കാര്യം ക്യാബിനറ്റ് തീരുമാനം അതുപോലെ നോട്ടാക്കി മിനിറ്റ്സാക്കി. കാരണം ക്യാബിനറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ, തീരുമാനമായി കഴിഞ്ഞാൽ അന്ന് തന്നെ മിക്കവാറും 24 ഹവേഴ്സിനകത്ത് അതിൻ്റെ മിനിറ്റ്സ് ഇറങ്ങും. ആ മിനിറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ബന്ധപ്പെട്ട് ഏതെല്ലാം വിഭാഗങ്ങൾ വച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഈ മിനിറ്റ്സ് ചെല്ലും. അപ്പോൾ ധനകാര്യ വകുപ്പിൽ ചെന്ന മിനിറ്റ്സ് അനുസരിച്ച് 2023 ജനുവരി 1 മുതലുള്ള DA ഗഡുക്കൾ കൊടുക്കാൻ, കുടിശ്ശിക കൊടുക്കാൻ തീരുമാനമാകുന്നു. എന്നാൽ ഈ തീയതി എഴുതാതെ, അത് തീയതി തന്നെ എഴുതി താഴെ നിന്ന് ഫയൽ വരുന്നു. അഡീഷണൽ സെക്രട്ടറി വരെ കണ്ടത് വരുന്നു, അങ്ങനെ വരുന്നു. സെക്രട്ടറി കണ്ടതും പ്രിൻസിപ്പൽ സെക്രട്ടറി കാണുമ്പോഴും അങ്ങനെ തന്നെ ഫയൽ വരുന്നു. പക്ഷേ അഡീഷണൽ ചീഫ് സെക്രട്ടറി അവിടെ എത്തുമ്പോൾ ഫയലിൻ്റെ സ്വഭാവം മാറുന്നു. ആ മാറിയ സ്വഭാവത്തിന് മന്ത്രി ഒപ്പുവെക്കുന്നു, തുല്യം ചാർത്തുന്നു. ഇത് നഗ്നമായ റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ അടുത്ത ലംഘനമാണ്. ഒന്നുകിൽ ഭരണകൂടത്തിലിരിക്കുന്നവർക്ക് ഇതൊന്നും പഠിക്കാനോ ആദ്യം മന്ത്രിയായതിൻ്റെ പ്രശ്നങ്ങളോ അറിയില്ല, അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി ഈ സംവിധാനത്തിൽ ആരുടെ ചോദിക്കാനെന്നുള്ളൊരു ചോദ്യം, ഇതൊക്കെ മതി, നമുക്ക് തോന്നുന്നത് ചെയ്യും എന്നുള്ള ഒരു ചിന്ത എന്തായാലും വളരെ 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 ബുദ്ധിമുട്ടുള്ളതാണ്. 18% നിന്ന് 22% ഉയർത്തി DA എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡേറ്റ് പറയാത്തത് കൊണ്ട് 1 ഗഡു DA കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ചതിയുടെയും വഞ്ചനയുടെയും കഥയാണെന്ന് അകത്തളങ്ങളിൽ വളരെ വ്യാപകമായി KGOക്കാരും NGO യൂണിയൻകാരുമൊക്കെ വലിയ അസംതൃപ്തരാണ്.
വലിയ ബഹളത്തിലാണ്. പിന്നെ പൊളിറ്റിക്കലായിട്ട് അവരോട് ഇലക്ഷൻ ഇറങ്ങാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങും, അത് വേറെ കാര്യം. കാരണം അതിലുള്ള മഹാഭൂരിപക്ഷ ആളുകളും ഇടതുപക്ഷക്കാരോ CPM-ൻ്റെ ആളുകൾ CPM-കാരോ CPI-യുടെ ആളുകൾ CPI-യുടെ ആളുകളുമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങും, അതിനകത്തൊന്നും തർക്കമില്ല. പക്ഷേ ഇലക്ഷനിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ജനപക്ഷ ഗവൺമെൻറ്, ഹൃദയപക്ഷ ഗവൺമെൻറ്, ഇത് ഹൃദയപക്ഷം തുടരും എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇറങ്ങും, അതിനകത്തൊന്നും ഒരു തർക്കമില്ല. അതൊക്കെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ എഡ്യൂക്കേഷൻ അവർ സർവ്വ സംഘടനകളിൽ കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ടുള്ള ഗുണമെന്തെന്ന് വെച്ചാൽ പക്ഷേ ആ ഇറങ്ങുമ്പോഴും അവർ മനസ്സ് നിന്നുകൊണ്ടാണ്, നീറിക്കൊണ്ടാണ്, വേദനയോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ ഈ രാജ്യത്തെ റൂൾസ് ഓഫ് ബിസിനസ് പോലും, ക്യാബിനറ്റിൻ്റെ നടപടിക്രമങ്ങൾ പോലും, ചട്ടങ്ങൾ പോലും പാലിക്കാതെ നമുക്ക് ആനുകൂല്യം നിശ്ചയിക്കപ്പെടുന്നു എന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു അവസ്ഥ വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഫിനാൻസ് വകുപ്പിലിരിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ലേ? അവർക്കും ഇത് കിട്ടുന്നതല്ലേ? IAS അഴിച്ചിട്ടുള്ള എല്ലാവർക്കും ഇത് കിട്ടുമല്ലോ. IASകാർക്ക് കേന്ദ്ര പാരിറ്റിയാണ്, അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് വരുമ്പോഴാണ് അവർക്ക് കിട്ടുന്നത്. അവർക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ശമ്പള പരിഷ്കരണം, പങ്കാളിത്ത പെൻഷൻ പോലുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് എന്തുടക്കായിരിക്കും ഇടാൻ പോകുന്നത് അറിയാൻ അതൊരു വലിയ വിഷയമാണ്. ഉടക്കിടുമ്പോൾ ആരുടെ താല്പര്യം, ഏത് സംവിധാനത്തിൻ്റെ താല്പര്യം എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ക്യാബിനറ്റ് എടുക്കുന്ന ഒരു തീരുമാനത്തെ അതേപടി നടപ്പിലാക്കാതെ ആ റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ നഗ്നമായ ലംഘനം ഇവിടെ നടക്കുന്നു എന്നുള്ളത് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ്. നേരത്തെ PM-ശ്രീയിൽ തെളിയിക്കപ്പെട്ടു, രണ്ടാമതൊരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. ഒന്നുകിൽ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്ക് IMG-യിലൊക്കെ ക്ലാസ് കൊടുത്തു എന്നാണ് പറയുന്നത്. എന്ത് ക്ലാസ്സാണ് കൊടുത്തതെന്ന് ഇപ്പോൾ ചോദിക്കേണ്ടി വരും. ആരാണ് ക്ലാസ് കൊടുത്തതിന് സന്തോഷം, ക്ലാസ് സംഘടിപ്പിച്ച IMG ഡയറക്ടർക്കും പിന്നെ നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ നമുക്ക് അറിയിക്കാം, അഭിനന്ദനങ്ങൾ അറിയിക്കാം. പക്ഷേ ക്ലാസ് കൊടുത്തവരുണ്ടല്ലോ, റിസോഴ്സ് പേഴ്സൺമാരുണ്ടല്ലോ, ആ റിസോഴ്സ് പേഴ്സൺമാരായി പോയി ക്ലാസ് കൊടുത്തവരെ കുറിച്ചാണ് നമുക്ക് ഒരു ആശങ്ക. മന്ത്രിമാർക്കൊക്കെ ക്ലാസ് കൊടുത്തവരെ കുറിച്ചാണ് ആശങ്ക. എന്ത് ക്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്? റൂൾസ് ഓഫ് ബിസിനസ്സിനെ കുറിച്ച് അറിയാതെ. റൂൾസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ തമ്പ് റൂൾ, മാഗ്ന കാർട്ട ഭരണഘടന. ഒരു ക്യാബിനറ്റിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത്, അതിൻ്റെ തമ്പ് റൂൾ എന്ന് പറയുന്നത്, അതിൻ്റെ ബൈബിൾ എന്ന് പറയുന്നത് ബിസിനസ് ഓഫ് റൂൾസ് ആണ്, റൂൾസ് ഓഫ് ബിസിനസ് ആണ്. അല്ലെങ്കിൽ ഈ കച്ചവടം എന്നുള്ള അർത്ഥത്തില്ല, ഈ നടക്കുന്ന നടപടിക്രമത്തിൻ്റെ റൂൾസാണ്. അപ്പോൾ റൂൾസ് ഓഫ് ബിസിനസ്സോ ബിസിനസ് റൂളോ എന്നൊക്കെ പറയാവുന്ന ഈ ക്യാബിനറ്റിൻ്റെ ഈ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്നതാണ് DAയിൽ കണ്ടത്. ഇതിപ്പോൾ വ്യാപകമായി ചർച്ചയ്ക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നിയമലംഘനമാണ്. ആരെങ്കിലും കോടതിയിൽ പോയാൽ വളരെ കൃത്യമായി സർക്കാർ ഉത്തരം പറയേണ്ടി വരും. ക്യാബിനറ്റ് മുഖ്യമന്ത്രിയുടെ ബ്ലോക്കിൽ നിന്ന് ചേരുന്ന മന്ത്രിസഭയിൽ നിന്ന് തീരുമാനമെടുത്തത് ധനകാര്യ വകുപ്പിൻ്റെ ബ്ലോക്കിലേക്ക് എത്തുമ്പോൾ, ഒന്ന് നടന്ന് ഫയലും മിനിറ്റ്സോടെ എത്തുമ്പോൾ ആരാണ് അട്ടിമറിച്ചത്, ഈ അട്ടിമറിക്ക് കൂട്ടുനിന്നത് ആരൊക്കെ എന്നുള്ളത് കൃത്യമായി അറിയണം എന്നുള്ളിടത്താണ് സെക്രട്ടേറിയറ്റിൻ്റെ അകത്തളങ്ങളിലും ക്യാൻറ്റീനിലും സെക്രട്ടേറിയറ്റിൻ്റെ കോഫി ഹൗസിലും അവിടുത്തെ ഇടനാഴികളിലും കുശുകുശുപ്പ് നടക്കുന്നുണ്ട്, മുറുമുറുപ്പുണ്ട്. പക്ഷേ ആർക്കും ഒന്നും പുറത്ത് പറയാനുള്ള ധൈര്യമില്ല.